നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വിപണിയിലെ കരുത്തുറ്റ സാന്നിധ്യമാണ് ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട്. 3 പതിറ്റാണ്ടിലേറെയുള്ള വിശ്വസ്തമായ പാരമ്പര്യവും ഇന്ത്യയിലെയും വിദേശത്തെയും 2 വമ്പൻ സാമ്പത്തിക ശക്തികളുടെ പങ്കാളിത്തവും ഈ ഫണ്ട് ഹൗസിനെ നിക്ഷേപകർക്കിടയിൽ പ്രിയങ്കരമാക്കുന്നു. സുതാര്യമായ പ്രവർത്തന ശൈലിയും വിശ്വസ്തമായ നിക്ഷേപ പദ്ധതികളും വാഗ്ദാനം ചെയ്യുന്ന ഇവർ സാധാരണക്കാർക്കിടയിൽ നിക്ഷേപശീലം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫണ്ട് ഹൗസിന്റെ ഡീറ്റെയിൽസും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിന്റെ ഡീറ്റെയിൽസും നമുക്കിന്ന് നോക്കാം. ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യൻ കമ്പനിയായ ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡും കാനഡ ആസ്ഥാനമായിട്ടുള്ള ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനിയായ സൺ ലൈഫ് AMC ഇൻവെസ്റ്റ്മെന്റ്സും ചേർന്ന് സ്പോൺസർ ചെയ്യുന്ന ഒരു സംയുക്ത സംരംഭമാണ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം മുൻപ് ബിർള സൺ ലൈഫ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1994 സ്ഥാപിതമായ ഈ കമ്പനി ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ 32 വർഷം വിജയകരമായി പൂർത്തിയാക്കി. മാതൃകമ്പനികളായ ആദിത്യ ബിർള ഗ്രൂപ്പും സൺ ലൈഫ് ഫൈനാൻഷ്യൽ ഇങ്കും സമ്പത്ത് സൃഷ്ടിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും മികച്ച പാരമ്പര്യമുള്ള പ്രമുഖ സ്ഥാപനങ്ങളാണ്. $41 ബില്യൺ വരുമാനമുള്ള ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ത്യയിലെ 3ാമത്തെ വലിയ ബിസിനസ് ഗ്രൂപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് ദാതാക്കളിൽ ഒന്നായ സൺ ലൈഫ് ഫോർച്യൂൺ 500 പട്ടികയിൽ 236ാം സ്ഥാനത്താണ്. ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട് പ്രധാനമായും ഇക്വിറ്റി ഫണ്ടുകൾ, ഇൻകം ഫണ്ടുകൾ, ഡെറ്റ് ഫണ്ടുകൾ, ELSS ഫണ്ടുകൾ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലുള്ള ഫണ്ടുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഫണ്ട് ഹൗസിന്റെ കീഴിലുള്ള ടോപ്പ് ഫണ്ടുകളിലൊന്നാണ് ആദിത്യ ബിർള സൺ ലൈഫ് PSU ഇക്വിറ്റി ഫണ്ട്. ഇക്വിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തീമാറ്റിക് ഫണ്ടാണിത്. വളരെ ഉയർന്ന റിസ്ക് സാധ്യതയുള്ള ഈ ഫണ്ട് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 31% CAGR റിട്ടേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. PSU അഥവാ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപം കേന്ദ്രീകരിക്കുന്ന ഈ ഫണ്ട് ഉയർന്ന വളർച്ചാ സാധ്യതകൾ മുന്നിൽ കാണുന്ന നിക്ഷേപകർക്ക് അനുയോജ്യമാണ്. 2026 ഏപ്രിലെ കണക്കനുസരിച്ച് ഈ ഫണ്ടിന്റെ NAV 41 രൂപയാണ്. SIP വഴി നിക്ഷേപം ആരംഭിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക 100 രൂപയാണ്. നിലവിൽ 5334 കോടി രൂപയുടെ ഫണ്ട് സൈസ് കൈകാര്യം ചെയ്യുന്ന ഈ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.66%. ഫണ്ടിന്റെ റിട്ടേൺ എത്രത്തോളമാണെന്ന് നോക്കാം. പ്രതിമാസം 100 രൂപ വീതം ഫണ്ടിൽ SIP വഴിയുള്ള നിക്ഷേപങ്ങൾ കഴിഞ്ഞ കാലയളവിൽ മികച്ച നേട്ടമാണ് നൽകിയിരിക്കുന്നത് കാണാം. 6 മാസത്തെ നിക്ഷേപം 5.33% ലാഭത്തോടെ 632 രൂപയായും 1 വർഷത്തെ നിക്ഷേപം 10% വളർച്ചയോടെ 1320 രൂപയായും ഉയർന്നു. ദീർഘകാല നിക്ഷേപങ്ങളിൽ ഈ വളർച്ച കൂടുതൽ പ്രകടമാണ്. 3 വർഷം കൊണ്ട് ആകെ നിക്ഷേപിച്ച 3600 എന്ന തുക 30% ലാഭത്തോടെ 4688 രൂപയായി മാറിയപ്പോൾ 5 വർഷത്തെ കാലയളവിൽ 6000 എന്ന നിക്ഷേപം 85% എന്ന മികച്ച ആദായത്തോടെ 11115 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ ഈ ഫണ്ട് നിക്ഷേപകരെ സഹായിച്ചതായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിൽ ആകെ 33 കമ്പനികളുടെ ഓഹരികളാണുള്ളത്. ഇതിൽ ഫൈനാൻഷ്യൽ സെക്ടറിലെ പ്രമുഖ സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത്. 18.77% വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. ഊർജ്ജ മേഖലയിൽ നിന്നുള്ള NTPC ഓഹരിക്ക് 9.17%, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഹരിക്ക് 6.85%, ഗെയിൽ ഓഹരിക്ക് 4.36%, ONGC ഓഹരിക്ക് 4.2% വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് 5.37% വെയിറ്റേജും ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന് 4.51 വെയിറ്റേജും നൽകിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ സെക്ടറിൽ നിന്നുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 3.82% നിക്ഷേപം ഈ ഫണ്ട് നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ബാങ്കിംഗ്, എനർജി, ക്യാപിറ്റൽ ഗുഡ്സ് എന്നീ മേഖലകളിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ഫണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ഫണ്ടിന്റെ നിക്ഷേപ വിഭജനം പരിശോധിക്കുമ്പോൾ മൊത്തം തുകയുടെ 98% ഇക്വിറ്റിയിലാണ്. ബാക്കി 1.04% ലിക്വിഡ് ക്യാഷ് രൂപത്തിലുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. മേഖല തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിൽ 39% തുകയും എനർജി ആൻഡ് യൂട്ടിലിറ്റീസ് മേഖലയിൽ 36.65% തുകയും നിക്ഷേപിച്ചിരിക്കുന്നു. കൂടാതെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ 13.64% വിഹിതവും മെറ്റീരിയൽസ് മേഖലയിൽ 9.26% വിഹിതവും മറ്റ് വിഭാഗങ്ങളിൽ 1.05% വിഹിതവുമാണ് ഈ ഫണ്ട് നീക്കിവച്ചിരിക്കുന്നത്. ഫണ്ടിന്റെ അഡ്വാൻസ് റേഷ്യോകൾ നോക്കിയാൽ ഫണ്ടിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ 45%വും ഏറ്റവും പ്രധാനപ്പെട്ട 5 ഓഹരികളിലും 88% നിക്ഷേപവും ആദ്യത്തെ 20 ഓഹരികളിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഫണ്ടിന്റെ PE റേഷ്യോ
റേഷ്യോ 10.71 PB റേഷ്യോ 1.58 തുടരുന്നുണ്ട്. മറ്റു പ്രധാന സാങ്കേതിക സൂചകങ്ങൾ പരിശോധിച്ചാൽ ഫണ്ടിന്റെ ആൽഫ നെഗറ്റീവ് 1.92 ബീറ്റ 0.96 എന്ന നിലവാരത്തിലും തുടരുന്നു. ഇത് വിപണിയിലെ ചാഞ്ചാട്ടവുമായി ഫണ്ട് ഏതാണ്ട് ഒരേ രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ 0.92 സോർട്ടിനോ റേഷ്യോ 1.45 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരുത്തിൽ വിശ്വസിക്കുന്ന നിക്ഷേപകർക്ക് മികച്ചൊരു തിരഞ്ഞെടുപ്പാണ് ആദിത്യ ബിർള സൺ ലൈഫ് PSU ഇക്വിറ്റി ഫണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 85% ആദായം നൽകാൻ സാധിച്ചു എന്നത് ഈ ഫണ്ടിന്റെ നിക്ഷേപ തന്ത്രങ്ങളുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. എങ്കിലും ഒരു തീമാറ്റിക് ഫണ്ട് ആയതുകൊണ്ടും നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ഇക്വിറ്റിയിലായതുകൊണ്ടും ഇതിൽ ഉയർന്ന റിസ്ക് സാധ്യതകളുണ്ട്. അതിനാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവരും വിപണിയിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായവരുമായ നിക്ഷേപകർക്ക് ഈ ഫണ്ട് പരിഗണിക്കാവുന്നതാണ്. ഏതൊരു നിക്ഷേപത്തിനു മുൻപും സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങളും റിസ്ക് എടുക്കാനുള്ള ശേഷിയും വിലയിരുത്തുന്നത് ഉചിതമായിരിക്കും.